ഇതെല്ലാം വെജിറ്റേറിയൻ ആണോ? വരുന്ന കുട്ടികളെ നോൺ വെജിറ്റേറിയനെ കഴിക്കുള്ളൂ. ആ, ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ട്. അതെടുത്ത് കുറച്ച് കറിയും വെക്കുക, ബാക്കി ഫ്രൈയും ആക്കുക. നീ അങ്ങനെ വലിയ തമ്പ്രാട്ടിക്കുട്ടി കളിക്കൊന്നും വേണ്ട. അതെ, ഇവിടെ ഉള്ളവരൊക്കെ നോൺ വെജ് കഴിക്കുന്നവരാ. പോരാത്തതിന് വരുന്ന ഗസ്റ്റുകളും. അതുകൊണ്ട് നോൺ വെജ് എന്തെങ്കിലും ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതെന്താ ശരിയാവാത്തത്? ദൈവികാംശമുള്ള പെണ്ണ് മാംസം തൊട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം, അല്ലേ കാഞ്ചനെ? അങ്ങോട്ട് ഇത് പിടിക്ക്. ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തോണ്ട് വന്നേ. ചെല്ല്. എന്തെങ്കിലും മിഴിച്ചു നോക്കുന്നേ? നിന്നോടാ പറഞ്ഞത്. വേഗം പോയി ഇത് വൃത്തിയാക്കി കൊണ്ടുവാ. എന്നിട്ട് കുറച്ചെടുത്ത് ഫ്രൈക്കുള്ള മസാല പിടിപ്പിക്കും. പിടിക്കാൻ. നിനക്ക് അറിയില്ലെന്നോ? അറിയാത്തവർ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കുന്നത്. പിടിക്കാൻ. വേഗം ചെല്ല. പിടിക്കടി. അതേതായാലും നന്നായി. അങ്ങനെ ഇതാ അമ്പലമുറ്റത്തെ കുട്ടിയിപ്പോ മാംസാഹാര കുട്ടിയായി മാറിയിരിക്കുന്നു. ഇനി അവളുടെ ദൈവികാംശം പ്രവർത്തിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. ദേവീഭക്തിയായ സാധു പെൺകുട്ടിയെ കൊണ്ട് അവൾക്ക് ഹിതകരമല്ലാത്തത് ചെയ്യിക്കുകയാണോ? അവൾക്ക് ഹിതകരമല്ലെന്ന് ആര് പറഞ്ഞു? ഹിതകരമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ അതിൽ സ്പർശിച്ചതോടെ അവളും മാംസാഹാരിയായി മാറി. അല്ലെങ്കിലും ഘോരയുടെ അടിമയായി വരേണ്ടവൾക്ക് ഈ നിൽക്കുന്ന വേതാളിയെ പോലെ മാംസവും രക്തവുമൊക്കെ കണ്ട് ശീലമാവണമല്ലോ. അതിന് ഇത് ഒരു പരിശീലനമായിക്കോട്ടെ. നിന്റെ ഈ അഹന്തയുടെ ഫലം നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്താ സംഭവിക്കാൻ പോകുന്നേന്ന് നീ കാത്തിരുന്ന് കണ്ടോളൂ. ഇങ്ങോട്ട് പാടി കഴുകടി. കഴുകാൻ. ഒന്നുകൂടി കഴുക.
మగని సరే తప్పని మా పరిపమరి సరి 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 మగరి 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 మసరి మగని సా మగని సరే తప్పని మా పరిపమరి సా